അപ്പോൾ പോളറൈസേഷനാണ് നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ടേമാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. നമ്മുടെ ലൈറ്റ് സോഴ്സിനൊക്കെ വരുന്ന ലൈറ്റുകൾ എന്താണ്? അൺപോളറൈസ്ഡ് ലൈറ്റാണ്. എന്ന് പറഞ്ഞാൽ ഓർഡിനറി ലൈറ്റൊക്കെ അൺപോളറൈസ്ഡ് ലൈറ്റാണ്. എന്താണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹാവിങ് ഓസിലേഷൻ ഇൻ ഓൾ ഡയറക്ഷൻ ഇസ് കോൾഡ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പോൾ ലൈറ്റ് എന്ത് ചെയ്യാണ്? ഇതൊരു ലൈറ്റ് സോഴ്സാണ് കരുതുക. ഈ ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് നമ്മുടെ ഫേസിലേക്ക്, ഇപ്പോൾ നിങ്ങൾ മൊബൈൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിനടുത്തേക്കാണ് ലൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന കരുതുക, ഇങ്ങനെ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കോമ്പോണൻസ് ഒന്നെങ്കിൽ എന്തായിരിക്കാം? എക്സ് ഡയറക്ഷനിൽ ഓസിലേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ വൈ ഡയറക്ഷനിൽ ഓസിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാം. ഏത് ഡയറക്ഷനിലും ആണെങ്കിലും ഓസിലേറ്റ് ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ ഡയറക്ഷനിലേക്ക്, എല്ലാ ഡയറക്ഷനിലേക്കും ഓസിലേറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റിന് വിളിക്കുന്ന പേരാണെന്ത്? അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കാം. ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളത്. ഇതാണ് അതിൻ്റെ നോർമൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ലൈറ്റ് സോഴ്സ്, ഒരു ഡോട്ട്, അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത ഡയറക്ഷനിലേക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, നമ്മൾ പോളറൈസേഷൻ പറയുമ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കാം, ഈ ഡബിൾ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓസിലേഷൻ ഇൻ ദ പ്ലെയിൻ ഓഫ് ദ പേപ്പറാണ്. അതായത് ഈ നിങ്ങളുടെ സ്ക്രീനിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതിനാണ് കാണിക്കുന്നത്. അതായത് ഈ പ്ലെയിൻ പേപ്പർ ആകുമ്പോൾ നിങ്ങളുടെ ഈ മൊബൈലിൽ ഇങ്ങനെ. ഇനി ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഈ നടുവുള്ള ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓസിലേഷൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ഈ പേപ്പറിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേസിന് നേരെ ഒരു ഭാഗവും പിന്നെ മൊബൈലിൽ താഴേക്ക് ഒരു ഭാഗവും, അതാണ് ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിലാദ്യം പറയുന്ന കാര്യം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് പോളറൈസേഷനിലേക്ക് കടക്കാം. അപ്പോൾ നോക്കാം, പോളറൈസേഷൻ നമുക്ക് ഡെഫിനേഷൻ നോക്കാം. ദ ഫിനോമിനൻ ഓഫ് കൺഫൈനിങ് ദ വൈബ്രേഷൻ ഓഫ് വേവ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് മോഷൻ ഇസ് കോൾഡ് പോളറൈസേഷൻ. അതായത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ വേവ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാവൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ട് എന്ത് ചെയ്യാണ്? ഈ വേവിൻ്റെ വൈബ്രേഷനെ നമ്മൾ കൺഫൈൻ ചെയ്യിപ്പിക്കുക, അതിൽ ഒതുക്കുക. ആ ഫിനോമിനൻ വിളിക്കുന്ന പേരാണെന്ത്? പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയറായോ? മറ്റൊരിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് വെച്ചാൽ അൺപോളറൈസ്ഡ് ലൈറ്റാണ്. ഇതിനെ എന്ത് ചെയ്യാം? നമ്മൾ ഒരു പോളറൈസ്ഡ് ലൈറ്റാക്കി മാറ്റുന്ന ഫിനോമിനൻ വിളിക്കുന്ന പേരാണെന്ത്? പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഇത് സാധ്യമാകുന്നത് എങ്ങനെയാണ്? നമ്മൾ സെർട്ടൻ മെറ്റീരിയലിൽ കൂടെ കടത്തി വിട്ടാൽ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ്, അപ്പോൾ ഇതൊരു അൺപോളറൈസ്ഡ് ലൈറ്റാണ് അല്ലേ? അത് നമ്മളൊരു പെർട്ടിക്കുലർ ക്രിസ്റ്റലിലേക്ക് കടത്തി വിട്ടു. ഇതൊരു ടെർമലൈൻ ക്രിസ്റ്റലാണെന്ന് കരുതുക, ഒരു ക്രിസ്റ്റലാണ്. ഇതിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇത് തൊട്ടപ്പുറത്ത് എത്തുന്ന സമയത്ത് അത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രം വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തും. ഇതൊരു പ്ലെയിനിലാണ് വൈബ്രേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, സംഭവത്രേ ഉള്ളൂ. ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ ചില മെറ്റീരിയലിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് കുറേ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രം കൺഫൈൻ ചെയ്യും. ഓക്കെ, അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട് നിക്കോൾ പ്രിസം, ടെർമലൈൻ ക്രിസ്റ്റൽ, അതുപോലെ പോളറോയിഡ്. പോളറോയിഡ് എന്ന് പറഞ്ഞൊരു പോളറൈസറിന് എക്സാമ്പിളാണ്. അതായത് ഒരു പ്ലാസ്റ്റിക് സിന്തറ്റിക് ഷീറ്റ് വെച്ചിട്ട് അതിൽ കുറേ പോളറൈസർ വെച്ചുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് പോളറോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നമ്മൾ ഇതിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഫിൽട്ടർ ചെയ്തിട്ട് പോളറൈസ്ഡ് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആവുന്നതാണ്. കണ്ടോ? ഇത് വരുന്നത് അൺപോളറൈസ്ഡ് ലൈറ്റാണ്. ഇതിന് രണ്ട് ഡയറക്ഷൻ ഉണ്ട് അല്ലേ? ഒന്ന് ഇങ്ങനെയുണ്ട്, ഒരു വൈറ്റും ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും, നിങ്ങളുടെ ഫേസിന് ഉള്ളിൽ നേരെയും സ്ക്രീനിൻ്റെ താഴോട്ടും അല്ലേ? ഇതൊരു ടെർമലൈൻ ക്രിസ്റ്റലാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇതിങ്ങനെ വരുന്നു അല്ലേ? ഇതിങ്ങനെ വരുന്നു. ഈ ക്രിസ്റ്റലാണ് ഈ കിടക്കുന്നത്. ഈ ക്രിസ്റ്റലിൽ ഇങ്ങനെ ഒരു സ്ലിറ്റ് ഉണ്ടെന്ന് കരുതുക, ഒരു ഹോൾ ഉണ്ടെന്ന് കരുതുക. ആണെങ്കിൽ ഇതിനുള്ളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇത് മാത്രമേ ഇതിനുള്ളിൽ കൂടെ പാസ് ചെയ്ത് പോകുള്ളൂ അല്ലേ? ഈ ഡോട്ടുള്ളത് ഇങ്ങനെയാണ് ഉള്ളിൽ അപ്പോൾ ഇതിവിടെ ബ്ലോക്ക് ചെയ്ത് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പുറത്തേക്ക് വരുന്ന വേവ് എന്ന് പറയുന്നതിന് വൈബ്രേഷൻ എങ്ങനെ മാത്രമായിരിക്കും? ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഡോട്ട് എന്നുള്ളത് എന്ത് ചെയ്തും അവിടെ ബ്ലോക്ക് ചെയ്ത് പോകും, അത് ഫിൽട്ടർ ചെയ്ത് പോകും. കണ്ടോ?
ഇങ്ങനെ ഒരു ലെയർ ഉണ്ട് അവിടെ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് മാത്രമേ പോവുള്ളൂ, ഇത് മാത്രമേ കടന്നു പോകുള്ളൂ, മറ്റേ എന്തെയില്ല കടന്നു പോവില്ല. ഓക്കെ, ക്ലിയർ ആയോ? അതിന് മറ്റൊരു ഫിഗറും കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇത് വേറൊരു ഫിഗറാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഈ ഓറഞ്ച് പോയി, ഇത് മാത്രമേ ഉള്ളൂ. അപ്പം പോളറൈസേഷൻ നടക്കുന്നത് ഒരു പ്ലെയിനിലാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണിത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ചെറിയ ടേം പരിചയപ്പെടാം. പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്ലെയിൻ കണ്ടെയ്നിങ് ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ബീം ഇസ് കോൾഡ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. അതായത് നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് വരുന്നത്. ഈ അരമാർക്ക് കണ്ടില്ലേ, അത് അതിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് എന്ന് കരുതുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഡയറക്ഷൻ ഞാൻ എക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ വൈബ്രേഷൻ ഡയറക്ഷൻ വൈ ആണെന്നുണ്ടെങ്കിൽ ഈ എക്സ് വൈ പ്ലെയിനെയാണ് നമ്മൾ എന്ത് പറയാം? പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറയാം. അതായത് ഈ രണ്ടും ഉൾക്കൊള്ളുന്ന, ഈ പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ വൈബ്രേഷനും ഉൾക്കൊള്ളുന്ന പ്ലെയിനാണെന്ത്? പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലൈറ്റ് ഇൻ വിച്ച് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഓഫ് ഓൾ വേവ്സ് oscillates only in one direction is called plane polarized or linearly polarized. നമ്മൾ നേരത്തെ പറഞ്ഞ പോളറൈസേഷൻ ഫിനോമിനല്ലേ, അത് ശരിക്കും ലീനിയർലി പോളറൈസ്ഡ് ആണ്, അല്ലെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിലാണത് എന്ത് ചെയ്യുന്നത്? പോളറൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു പ്ലെയിൻ ആണെങ്കിൽ ഈ പ്ലെയിനിലാണ് എന്ത് ചെയ്യുന്നത്? എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ ആ പ്ലെയിനിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് അലൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണെന്ത്? പ്ലെയിൻ പോളറൈസ്ഡ് ഓർ ലീനിയർലി പോളറൈസ്ഡ്. അതായത് വ്യത്യസ്ത ദിശയിലേക്ക് ഓസിലേറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന് ഒറ്റ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാണ്? ഒതുക്കിയുള്ള ആ ഒരു ലൈറ്റ്, ആ പോളറൈസ്ഡ് ലൈറ്റാണ് എന്ത്? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ ലീനിയർ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് പാർഷ്യലി പോളറൈസ്ഡ് ആണ്. അപ്പോൾ നോക്കാം, ലൈറ്റ് ഈസ് സെഡ് ടു ബി പാർഷ്യലി പോളറൈസ്ഡ് ഇഫ് more E vector perpendicular to the plane of paper or more E vector in plane of the paper. നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഫിഗറിൽ ഇതൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആണോ? അല്ല. ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡബിൾ ആരോ ഉണ്ടോ അതേപോലെ ഡോട്ടും ഉണ്ടായിരിക്കണം. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ എണ്ണി നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു ഡബിൾ ആരോ ഉണ്ട്, ഡോട്ട് ഉണ്ട്. ഇവിടെ ഡോട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ഡബിൾ ആരോ ഉണ്ട്, ഡോട്ട് ഉണ്ട്. ഇവിടെ ഡോട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ഡബിൾ ആരോ ഉണ്ട്, ഡോട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ആരോ 1 2 3 ഉണ്ട്, ഡോട്ട് 1 2 3 4 5 എന്ന് പറഞ്ഞാൽ ഇവിടെ ഡോട്ട് എന്താണ്? കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദ പേപ്പറാണ് കൂടുതലുള്ളത്. ഇത്തരത്തിലുള്ളതിനെ വിളിക്കുന്ന പേരാണ് പാർഷ്യലി പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ. ഇത് പറഞ്ഞാൽ ഇത് അൺപോളറൈസ്ഡും അല്ല, എന്നാൽ ഫുള്ളി പോളറൈസ്ഡും അല്ല. ഫുള്ളി പോളറൈസ്ഡ് ആണെങ്കിൽ ഇത് ഒറ്റ കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഓക്കെ, ഇനി മറ്റൊരു ഫിഗർ ഉണ്ട്, അത് നോക്കിയാൽ മതി. ഇത് നോക്കുകയാണെങ്കിൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ആരോ 1 2 3 4 5, ഡോട്ടാണെങ്കിൽ 1 2 3. അപ്പോൾ ഇതും എന്താണ്? പാർഷ്യലി പോളറൈസ്ഡ് ആണ്. ഓക്കെ, ഇനി അനലൈസർ. അതായത് നമുക്ക് ഈ വരുന്ന ലൈറ്റ് പോളറൈസ്ഡ് ആണോ അല്ലെങ്കിൽ പാർഷ്യലി പോളറൈസ്ഡ് ആണോ അൺപോളറൈസ്ഡ് ലൈറ്റ് ആണോ എന്ന് കണ്ണുകൊണ്ട് നോക്കിയാലൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതിന് കുറച്ച് ഡിവൈസുകൾ വേണം അല്ലേ? അങ്ങനെ ഡിവൈസ് വിളിക്കുന്ന പേരാണ് അനലൈസർ എന്ന് പറയുന്നത്. നമുക്കതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അനലൈസർ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ലൈറ്റ് ഈസ് പോളറൈസ്ഡ് ഓർ നോട്ട്. ലൈറ്റ് പോളറൈസ്ഡ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്ന ഡിവൈസാണ് എന്ത്? അനലൈസർ എന്ന് പറയുന്നത്. ഈ അനലൈസറായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പോളറൈസർ തന്നെയാണ്. അതായത് പോളറൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറിങ് ക്രിസ്റ്റലും ഒക്കെ പറഞ്ഞല്ലോ, ആ പോളറൈസർ തന്നെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അനലൈസറായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു സംഭവം ഞാൻ ഫിഗറായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, ഇതൊരു ഓർഡിനറി ലൈറ്റാണ്, അൺപോളറൈസ്ഡ് ലൈറ്റാണ് അല്ലേ? അതിൽ ഡോട്ടും ഉണ്ട്, ഡബിൾ ആരും ഉണ്ട്. ഇനി അതൊരു പോളറൈസർ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇതിൽ ഈ ഡബിൾ ആരോ മാത്രമേ ഇവിടെ കടന്നു പോകും. കാരണം ഡബിൾ ആരോക്ക് പാരലായി വരുന്ന സ്ലിറ്റാണ് ഇവിടെ ഉള്ളത്. ഡോട്ട് കട്ട് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, ഇത് പ്ലെയിനിലായതുകൊണ്ട് ഇത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. ഇത് പോളറൈസേഷൻ ഇതായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇതിന് പാരലായിട്ട് ഇതേ ക്രിസ്റ്റൽ നമ്മൾ ഇവിടെ വെക്കാമെന്ന് കരുതാം. എന്താ സംഭവിക്കാം? ഇതേപോലെ തന്നെ ഇതിൽ ഒറ്റ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുള്ള കൂടെ പാസ് ചെയ്ത് പോയിട്ട് ഇവിടെ അത് വരും. ഓക്കെ,
ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് നോക്കുന്ന ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനിപ്പോൾ ഇത് പാരലായിട്ട് വെക്കല്ലേ ഇത്. ഇനി അടുത്ത് ഇതിന് ഇത് പെർപെൻഡിക്കുലറായിട്ട് വെച്ചു എന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചു. അത് ഫിഗർ ഞാൻ വരച്ചെന്നുള്ളൂ. ഇതിന് ഇത് പെർപെൻഡിക്കുലർ വെച്ച് ഞാൻ സംഭവിക്കാൻ എന്താ ചെയ്യുക, ഇത് രണ്ട് ഡയറക്ഷനിൽ വരും, ഇത് ഫിൽട്ടർ ചെയ്യും, ഇത് ഡബിൾ ആരോ മാത്രം ഉണ്ടാവും. പക്ഷേ ഇത് ഈ ഡബിൾ ആരോക്ക് ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്, അതായത് ഇത് ഡബിൾ ആരോ ആണ് ഇങ്ങനെ വരുന്നത്, ഡബിൾ ആരോ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. പക്ഷേ ഇത് നമ്മുടെ ഇതിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിൻ്റെ സ്ലിറ്റ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ കൂടെ കടന്നു പോകുമോ? ഇല്ല. ഇതിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അത് കട്ട് ചെയ്ത് പോകും. എന്ന് വെച്ചാൽ ഇതിനുള്ളിൽ കൂടെ കടന്നു പോകില്ല. അപ്പോൾ ഇപ്പുറത്ത് തന്നെ ലൈറ്റ് എന്തായിരിക്കും, ലൈറ്റ് ഉണ്ടാവുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഇവിടെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും, ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ കൂടെ ഒന്ന് കുറച്ച് ലൈറ്റ് കടന്നുപോയി, ഇവിടെ വന്നു. ഇവിടെ വന്ന് നമുക്കിത് ഏത് ലൈറ്റാണെന്നും അറിയില്ല, ഇത് പോളറൈസ് അയക്കണോ ഇല്ല എന്നും അറിയില്ല. നമ്മളിത് എന്ത് ചെയ്യാണ്, ഇങ്ങനെ വെക്കുന്ന സാധനം ഒന്ന് തിരിച്ച് വെച്ചാൽ 90 ഡിഗ്രിക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ലൈറ്റ് ഒന്നും കാണുന്നില്ലെങ്കിൽ ഉറപ്പിക്കാം ഈ വരുന്ന ലൈറ്റ് എന്തായിരുന്നു, പോളറൈസ്ഡ് ലൈറ്റ് ആണെന്നുള്ളത്. അതല്ല ഇപ്പുറത്ത് എന്തെങ്കിലും ഇൻറ്റൻസിറ്റി കണ്ടാൽ ഒന്ന് ഉറപ്പിക്കാം ഈ വരുന്ന ലൈറ്റ് എന്തായിരുന്നില്ല, പോളറൈസ്ഡ് ലൈറ്റ് ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. കാരണം ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഇതിനോട് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ആ ഡോട്ടും കൂടി ഉണ്ടാവണ്ടേ അല്ലേ. ഡോട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കടന്നു പോവുള്ളൂ. അപ്പോൾ ആ ഡോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അതെന്തായിട്ടില്ല, അപ്പോൾ പോളറൈസ്ഡ് ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്ത് നോക്കുക. പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ. According to Brewster, when unpolarized light is reflected from a surface, the reflected light may be completely polarized or partially polarized or unpolarized. അതായത് ഒരു മീഡിയം, ഒരു ഗ്ലാസ് മീഡിയം എന്ന് കരുതാം. അതിലേക്ക് ഒരു ലൈറ്റ് വരുന്നുണ്ട്, ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് വരുന്നുണ്ടെന്ന് കരുതാം. അൺപോളറൈസ്ഡ് ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഒരു ഭാഗം അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും, ഒരു ഭാഗം റിഫ്രാക്റ്റ് ചെയ്ത് പോകും. ഈ പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ പറഞ്ഞാൽ വെച്ചാൽ ഇങ്ങനെ വരുന്ന റേ, റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേ ഇല്ലേ, അത് ഒന്നെങ്കിൽ കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആകാം, അല്ലെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ആവാം, അല്ലെങ്കിൽ ഇത് പാർഷ്യലി പോളറൈസ്ഡ് ആവാം, അതല്ലെങ്കിൽ ഇത് അൺപോളറൈസ്ഡ് ആവാം എന്നുള്ളതാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതായത് ഫിഗർ നോക്കിയാൽ മതി, അതെന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഈ തീറ്റ ബി ആണ് ഇവിടെയുള്ള ആംഗിൾ, മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഈ നോർമലും ഈ ഇൻസിഡൻറ്റ് റേയും നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഉണ്ടല്ലോ, ഇവിടുത്തെ ആംഗിൾ, ആ ആംഗിൾ ഡിപ്പെൻഡ് ചെയ്യും. ആ ആംഗിൾ അനുസരിച്ചായിരിക്കും അത് റിഫ്ലക്ടർ അത് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആണോ പാർഷ്യലി പോളറൈസ്ഡ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ഈസ് കോൾഡ് പോളറൈസിങ് ആംഗിൾ ഓർ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. അതായത് ഈ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന റേ ഇത് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആവണം. ഇപ്പോൾ 3 ആവാം, പാർഷ്യലാവാം, അൺപോളറൈസ്ഡ് ആവാം, പോളറൈസ്ഡ് ആവാം. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക ആംഗിൾ മേക്ക് ചെയ്യണം. ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ, അതായത് നോർമലും ഇൻസിഡൻറ്റ് റേയും മേക്ക് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ മാത്രമേ ഇതെന്ത് ചെയ്യുള്ളൂ, ഫുള്ളി പോളറൈസ്ഡ് ആവുള്ളൂ. അല്ലെങ്കിൽ അത് പാർഷ്യൽ പോളറൈസ്ഡ് മാത്രമേ ആവുള്ളൂ. ഓക്കെ, ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ അല്ലെങ്കിൽ പോളറൈസിങ് ആംഗിൾ എന്ന് പറയുന്നത്. ഇത് ബ്രൂസ്റ്റർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഡിസ്കവർ ചെയ്ത ഒരു സംഭവമാണ്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു, അതിന് അദ്ദേഹം ഒരു പേര് കൊടുത്തു, ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പം ഇതാണ് ആ ഫിഗർ എന്ന് പറയുന്നത്. കണ്ടോ, ഇത് ഇൻസിഡൻറ്റ് റേ അൺപോളറൈസ്ഡ് ലൈറ്റ്, ഇത് നോർമൽ കേസ് ഇത് പാർഷ്യൽ പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും, ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഇത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആവും. റിഫ്ലക്ടർ എപ്പോഴും ഒരു പാർഷ്യൽ പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത് പാർഷ്യലി പോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി പോളറൈസ്ഡ്, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അതാണ് പറയുന്നത്. ദെൻ എന്താണ് ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് നോക്കാം. ഓക്കെ, ബ്രൂസ്റ്റർ ഫൗണ്ട് ദാറ്റ് പോളറൈസിങ് ആംഗിൾ ഡിപ്പെൻഡ്സ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ഈ പോളറൈസിങ് ആംഗിൾ ഉണ്ടല്ലോ, ആ തീറ്റ ബി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതെന്ന് പറയുന്നത് എന്താണ്, ഈ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ലോ എന്താണെന്ന് നോക്കാം നമുക്ക്. ദ ടാൻജൻറ്റ് ഓഫ് ദ ആംഗിൾ അറ്റ് വിച്ച് ദ പോളറൈസേഷൻ ഇൻ ഒബ്റ്റൈൻഡ് ബൈ റിഫ്ലക്ഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. അതായത് ആ ആംഗിളിൻ്റെ ടാൻജൻറ്റ് എന്ന് പറഞ്ഞത്, ടാൻ തീറ്റ ബി എന്ന് പറഞ്ഞത് എന്താണ്, ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. ഇതാണ് അദ്ദേഹം പറഞ്ഞ സംഭവം. ഓക്കെ, ഇനി അദ്ദേഹം പറഞ്ഞ അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞത്
അറ്റ് പോളറൈസിങ് ആംഗിൾ തീറ്റ ബി റിഫ്ലക്ടർ റേ ആൻഡ് റിഫ്രാക്ടർ റേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഇൻസിഡൻ്റ് ചെയ്യുമ്പോഴാണ് അത് ഫുള്ളി പോളറൈസ്ഡ് ആവുന്നത് അല്ലേ. അങ്ങനെ സമയത്ത് അവിടെ മേക്ക് ചെയ്യുന്ന ഈ അവിടെ ഫുള്ളി പോളറൈസ്ഡ് ആകുന്ന അറിയണ്ടല്ലോ, ആ റേയും അതായത് റിഫ്ലക്ടർ റേയും നമ്മൾ ഇവിടുന്ന് പാർഷ്യലി പോളറൈസ് റിഫ്രാക്ടർ റേ ഉണ്ടല്ലോ, ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ്. ഇതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ പറയുന്നത്. ഓക്കെ, ഇക്വേഷനാണ്, പിന്നെ ഒരു പോയിന്റ്. ഇനി ഇതിൻ്റെ പ്രൂഫ് നമ്മൾ അടുത്തതിൽ പറയും. ഓക്കെ.